നമസ്കാരം, റൂട്ട് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ആയൂർ മഞ്ഞപ്പാറയിൽ ഡെലിവറി ബോയിയുടെ ബൈക്കിൽ കാറിടിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ എയർ പിസ്റ്റൺ ചൂണ്ടിയ കിളിമാനൂർ സ്വദേശിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ചടയമംഗലം പോലീസിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 മഞ്ഞപ്പാറ പാവൂരാണ് സംഭവം നടന്നത്. ആയൂരിലെ സ്വകാര്യ ഹോട്ടലിലെ ഡെലിവറി ബോയ് ആയിട്ടുള്ള നായിഫ് ആഹാരം സർവീസ് ചെയ്യുന്നതിന് വേണ്ടി പാവൂർ എത്തിയപ്പോൾ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന കാർ യുവാവ് ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ തട്ടുകയായിരുന്നു. തുടർന്ന് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്നതിനിടയിൽ കാറിലെത്തിയ ആൾ നായിഫിന്റെ നേർക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റു 2 യുവാക്കൾക്കു നേരെയും എയർ പിസ്റ്റൺ ചൂണ്ടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ തടിച്ചുകൂടിയതോടെ കാറിലെത്തിയ ആൾ എയർ പിസ്റ്റൺ കാറിനുള്ളിലേക്ക് ഇട്ടു. നാട്ടുകാർ ചടയമംഗലം പോലീസിൽ വിവരമറിയിപ്പിക്കുകയും ഉടൻ തന്നെ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും എയർ പിസ്റ്റൺ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കിളിമാനൂർ സ്വദേശിയായ ഇയാൾ 2 മാസമായി മഞ്ഞപ്പാറ പാവൂരിൽ വീട് വാങ്ങി താമസിക്കുകയാണെന്നാണ് പ്രാഥമികമായ വിവരം. തുടർന്ന് ചോദ്യം ചെയ്ത ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്. ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന അവിടെ വീട് മേടിച്ച് താമസിക്കുക. അവർ എവിടെ ഉള്ള എറണാകുളത്തുള്ളതെന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അവരവിടെ ഇടയ്ക്ക് തുണി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. ഞാൻ സ്പൈസി ഫുഡ് കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഡെലിവറിക്ക് പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് വീട്ടിൽ നിന്ന് നേരെ വണ്ടി വരുന്നത് നോക്കാതെ റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ വണ്ടി പുള്ളിയുടെ വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് ക്രാഷായി. പുള്ളി എൻ്റെ അടുത്ത് പുള്ളിയുടെ കൂടെ നിന്ന ഒരാൾ, നീ എവിടെ നോക്കിയാൽ മറ്റേ മോനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ച് പുള്ളി എൻ്റെ നേരെ ചാടി ഇറങ്ങി. അപ്പോൾ എൻ്റെ ബാഗെ വേറെ വണ്ടിയിൽ 2 പേർ വരുന്നുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ ഇറങ്ങി, നീ ആരുടെ ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി തട്ടിയല്ല ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ ആരുടെ കളിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഡാഷിൽ നിന്ന് തുറന്ന് തോക്കെടുത്ത് നേരെ ചൂണ്ടി. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ നേരെ വന്ന് സംസാരമായി. ഇതാണ് അവിടെ ഉണ്ടായത്.